അട്ടാരി അതിർത്തിക്ക് സമീപം ഒപ്പം തന്നെ പൂഞ്ച് ഒപ്പം ഉറി ഈ മേഖലകളിലാണ് കൂടുതലായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഷെല്ലിങ്ങും മറ്റു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാവുന്നത്. ഈ ഉറിയൊക്കെ എന്ന് പറയുന്നത് പാകിസ്ഥാന് വളരെ പെട്ടെന്ന് അവർക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന അവർക്ക് ഗുണപരമായ ഒരു ഭൂമിശാസ്ത്രമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് പൂഞ്ചിലൊക്കെ വ്യാപകമായ ഒരു ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല ഈ പഞ്ചാബ്, രാജസ്ഥാൻ ഒപ്പം തന്നെ ജമ്മു കാശ്മീർ ഈ 3 സംസ്ഥാനങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ പലയിടത്തും പാകിസ്ഥാൻ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു പ്രത്യാക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഈ മേഖലയിലെ പരമാവധി ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരിക്കേൽക്കുകയോ ആളുകൾ മരണപ്പെടുകയോ ചെയ്യുന്ന സംഭവങ്ങൾ കുറവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് 10 മണിക്ക് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദമായ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകും. എന്നാൽ ജെറുസലേം പോസ്റ്റിന്റെ അവിടെ ഇറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ്, പത്രമാണ്. അവരുടെ തലക്കെട്ടിന് ഇതാണ്: ഇന്ത്യൻ ഫോഴ്സസ് കിൽ ടെററിസ്റ്റ് ഹു ബിഹെഡഡ് ജൂയിഷ് ജേർണലിസ്റ്റ് ഡാനിയൽ പേൾ എന്ന മാധ്യമ പ്രവർത്തകനെ കൊന്ന, അതിക്രൂരമായി വധിച്ച ഭീകരവാദിയെ ഇന്ത്യ ആ ഭീകരവാദത്തോട് പോരാടി കൊന്നു എന്നുള്ളതാണ് ജെറുസലേം പോസ്റ്റിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നെവർ ഫർഗെറ്റ്, നെവർ ഫൊർഗീവ്, അത് തന്നെയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. അനൂപിലേക്ക് തിരികെ എത്തുമ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടുമുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഇനി ഉണ്ടാകുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി ഇന്ത്യൻ സേന ചെയ്യുക എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതെന്തായാലും ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും വിശദീകരിക്കുക. നമുക്കറിയാം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടാകുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, എത്ര മരണം, ഇതിലൊക്കെ കൃത്യമായ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അതെല്ലാം എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. അതെ, അതൊക്കെ ഈ വാർത്താ സമ്മേളനത്തിലുണ്ടാവും. ഇന്നലെ രാത്രി എന്താണ് സംഭവിക്കുന്നത് എന്ന് ആളുകൾക്ക് കൃത്യമായ ഔദ്യോഗികമായിട്ടുള്ളൊരു വിവരം ഇന്നലെ ഒരു രാത്രി ഒരു 10 മണി മുതൽ ഇങ്ങോട്ടില്ല. ചില ചെറിയ വിവരങ്ങൾ മാത്രം സേനയുടെ ട്വിറ്റർ ഹാൻഡിലുകളിൽ നിന്ന് ലഭിച്ചതല്ലാതെ അതിനപ്പുറത്തേക്കൊക്കെ മാധ്യമങ്ങൾ അനൗദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തതാണ് കൂടുതലും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായത് എപ്പോഴാണ്, അതിൽ ഇന്ത്യ നൽകിയ തിരിച്ചടി എന്തൊക്കെയാണ്, എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിച്ചത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും അതിർത്തിയിലെ പലയിടങ്ങളിലും, അതിപ്പോൾ ജമ്മുവിലൊക്കെ ഇന്നലെ രാത്രിയായിരുന്നു കാര്യമായിട്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇന്ന് രാവിലെ ആ മേഖലയിൽ ആക്രമണം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മുടെ പ്രതിനിധി ബാലഗോപാൽ ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ പൂഞ്ചിൽ ഒപ്പം തന്നെ ഉറിയിൽ അട്ടാരി അതിർത്തിയുടെ ഭാഗത്ത് തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാവുന്നുണ്ട്. ഷെല്ലുകൾ ഇന്ത്യൻ ഭാഗത്തേക്ക് വർഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഈ മേഖലയിൽ നിന്നൊക്കെ തന്നെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്, സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ആരോഗ്യ പ്രവർത്തകരോട് കൂടുതലായി ഈ മേഖലകളിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പരിക്കേറ്റാൽ പെട്ടെന്ന് തന്നെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് എല്ലാം ഒരു സജ്ജമായ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നിലയിൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടരുകയും ഇന്ത്യ പ്രതിരോധം തുടരുകയും ചെയ്താൽ ഒരു ദീർഘകാലത്തേക്ക് ഒരു പ്രതിസന്ധി ഈ മേഖലയിൽ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി നമ്മൾ പറഞ്ഞതാണ്, ഞങ്ങൾ ഇവിടെ നിർത്താം നിങ്ങൾ പ്രകോപനം അവസാനിപ്പിച്ചാൽ. പക്ഷേ അത് പാകിസ്ഥാൻ കേട്ടില്ല. ഇന്നലെ ആ തരത്തിൽ 15 ഇടങ്ങൾ, നമ്മുടെ 15 പ്രധാനപ്പെട്ട നഗര കേന്ദ്രീകൃത, അതിൽ ചിലത് സൈനിക കേന്ദ്രങ്ങളാണ്, ചിലത് വിമാനത്താവളങ്ങളാണ്, സുവർണ ക്ഷേത്രം, അങ്ങനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത ആക്രമണ ശ്രമങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ പാകിസ്ഥാൻ പ്രകോപനം അവസാനിപ്പിച്ചിട്ടില്ല. നമ്മളൊരു 2ാം ഘട്ടത്തിലേക്ക്, ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ 2nd ഫേസിലേക്ക് കടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഒരു കൺഫർമേഷൻ ആയിരിക്കും ഒരുപക്ഷെ 10 മണിക്കുള്ള വാർത്താ സമ്മേളനം. അല്ലേ അനൂപ്? ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്ന ഒരു ഓപ്പറേഷനാണ് എന്ന് നേരത്തെ തന്നെ ഇന്ത്യയുടെ ഭരണാധികാരികൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഇടങ്ങളിൽ ആക്രമണം നടത്തി. അതിനുശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും പാകിസ്ഥാനിൻ്റെ ഭാഗത്ത് നിന്ന് ചില വ്യോമാക്രമണ ശ്രമങ്ങളുണ്ടായി. പക്ഷേ ഇന്ത്യ അതെല്ലാം തകർത്തു. അതും കഴിഞ്ഞിട്ടാണ് ഇന്നലെ
നമ്മൾ ലാഹോറിൽ ആക്രമണം നടത്തിയത്, ഒപ്പം കറാച്ചിയിൽ ആക്രമണം നടത്തിയത്, അത് കഴിഞ്ഞ് വീണ്ടും പാകിസ്ഥാൻ രാത്രി ഇരുട്ടാവാൻ കാത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്താണ് അതിനെയും പ്രതിരോധിച്ച് രാത്രി ഏതാണ്ട് മണിക്കൂറുകൾ 8-9 മണിക്കൂറുകൾ നീണ്ട രൂക്ഷമായ പോരാട്ടത്തിന് നമ്മുടെ രാജ്യവും പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശവും സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഇപ്പോൾ പൊതുവെ ഇന്നലെ രാത്രിയിലുള്ള അവസ്ഥ ഇപ്പോഴില്ല. സ്ഥിതിഗതികൾ കുറച്ചൊന്ന് ശാന്തമായിട്ടുണ്ട്. അപ്പോഴും പല മേഖലകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അട്ടാരിയിൽ, ഒപ്പം പൂഞ്ചിൽ, ഉറിയിൽ എല്ലാം നമ്മുടെ സൈനികർ പാകിസ്ഥാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിലയിലാണ് അതിർത്തിയിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉറി, രജൌരി, സാബ സെക്ടർ, അക്നൂർ ഈ മേഖലകളിലൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജവാന്മാർ, നമ്മുടെ ധീര ജവാന്മാർ. എന്തായാലും 10 മണിക്കുള്ള വാർത്താ സമ്മേളനം അത് വളരെ നിർണായകമാണ്. പല ഔദ്യോഗിക കാര്യങ്ങളിലും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് 10 മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു.